സെയ്ഫ് സൈനുൽ ആബ്ദീൻ സമ്മേളന നഗരിൽ നിന്ന് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, ഈ നവകേരള രേഖയിലെ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സംബന്ധിച്ച ഒരു പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അതിലെ നിർദ്ദേശങ്ങളായാലും കാഴ്ചപ്പാടുകളായാലും അത് CPM-ന്റെ പാർട്ടി നയത്തോടും ഇടത് നയത്തോടും ഒക്കെ ക്ലാഷ് ആകുന്ന ഒരു സാധ്യതയുണ്ടോ? അതിനോട് എങ്ങനെയാണ് അംഗങ്ങളുടെ ഒരു തുടക്കത്തിൽ തന്നെയുള്ള നിലപാട്? പ്രതികളുടെ ഒരു നിലപാട് അതെന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുചർച്ചയ്ക്ക് ഒരു ഇടവേള വേണം. അപ്പോൾ മാത്രമാണ് സൈഫുദ്ദീൻ നമുക്ക് അതിനെക്കുറിച്ച് പ്രതികൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അതിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു നിലപാടുണ്ടാകാനുള്ള സാധ്യത വിരളം ആണ്, തുലവും തുച്ഛമാണ് എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇടത് നയത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ CPM-ന്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു നയവ്യതിയാനം അതിനകത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്ന നിലപാട് എല്ലാ കാലത്തും ഇടതുമുന്നണി സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിലെ ഒരു പരാമർശം നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പ്രവർത്തിക്കാതെ കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അതിനെ PPP മോഡലിൽ സ്വകാര്യ സർക്കാർ സംരംഭത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പുനരുജ്ജീവിപ്പിച്ച് അതിനൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അതിനെ ആൾക്കാർ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാരുമായി ചേർന്നുകൊണ്ട് ഒരു കരാർ ഉണ്ടാക്കി അതിനെ തിരികെ കൊണ്ടുവരണം. ആ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന CPM-ന്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നത്. അത് ഇപ്പോഴല്ല, നമ്മൾ നേരത്തെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലെ കണ്ടതാണ്. സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരാനുള്ള ആ തീരുമാനം അത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായതാണ്. ഇപ്പോഴാണ് നടപ്പായത്. ഇപ്പോൾ പുതിയൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് അത് ഒരു വിഷയത്തിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആ നയരേഖയിൽ പറഞ്ഞിട്ടുണ്ട്. ആ നയരേഖയിൽ ആരോഗ്യവകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ കയറ്, വ്യവസായ മേഖല, അങ്ങനെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട പുതിയൊരു കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പ്രതികളുടെ നിലപാട് എന്താണ് എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വലിയ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ 7.5 മണിക്കൂർ നീണ്ട ചർച്ച, 47 പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ച, അതിൽ 12 വനിതകൾ ഉണ്ടായിരുന്നു. ഈ 7.5 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വാക്കുപോലും ആരെങ്കിലും വിമർശന സ്വഭാവത്തിൽ ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ കാര്യമായ വിമർശനങ്ങൾ ഒന്നും കണ്ടില്ല. അതിനൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങളും കണ്ടില്ല. കാരണം മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് അങ്ങനെയുള്ള വിമർശനങ്ങളുടെ സ്വഭാവത്തിലേക്ക് പ്രതിനിധികൾ പോയില്ല എന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിന്മേലുള്ള ചർച്ച 4 മണിക്കൂർ ചർച്ചയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 4 മണിക്കൂർ ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ ഏറെക്കുറെ എല്ലാവർക്കും വിമർശനമുണ്ട്. ഏറ്റവും ഒടുവിലായി വ്യവസായ മന്ത്രി P രാജീവനും ഗൗരവതരത്തിലുള്ള വിമർശനം ഏൽക്കേണ്ടി വന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. സെയ്ഫ്, വ്യവസായ നിക്ഷേപത്തിൽ മാത്രം ശ്രദ്ധിച്ച് പൊതുമേഖലയെ തഴയുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ നടപടിയില്ല, പൊതുമേഖലയിലെ പ്രശ്നം പറയുമ്പോൾ മന്ത്രി പെരുമാറുന്ന മുതലാളിയെപ്പോലെ. ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി ഏതരത്തിലുള്ള ഒരു വിമർശനമാണ് വ്യവസായ മന്ത്രിക്കെതിരെ ഉന്നയിച്ചത്? സെയ്ഫ്, അത് പൊതുവെ ഉയർന്നു വന്ന വിമർശനങ്ങളുടെ കുറച്ചുകൂടി കടുപ്പപ്പെട്ട സ്വരത്തിലുള്ള വിമർശനമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യവസായ നിക്ഷേപത്തെക്കുറിച്ച് ഇടതുമുന്നണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വ്യവസായ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ നിക്ഷേപങ്ങളുണ്ട് എന്ന കാര്യം അത് പൊതു ചർച്ചയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് കോൺഗ്രസിനുള്ളിൽ വലിയ ആഭ്യന്തര തർക്കം ശശി തരൂരുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായതാണ്. എന്നാൽ പ്രതിനിധി സമ്മേളനത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വ്യവസായ നിക്ഷേപത്തിൽ മാത്രം ശ്രദ്ധിച്ച് പൊതുമേഖലയെ തഴയുകയാണ്. വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിക്ഷേപം മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുമേഖല അവിടെ നിന്ന് തഴയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ നടപടിയില്ല എന്ന വിമർശനം P രാജീവനെതിരെ ഉയർന്നു വരികയാണ്. പൊതുമേഖലയിലെ പ്രശ്നം പറയുമ്പോൾ മന്ത്രി പെരുമാറുന്നത് മുതലാളിയെ പോലെയാണ് എന്നാണ് ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞത്. അടിസ്ഥാന മേഖലയിൽ നിന്നും വളർന്ന നേതാവിന് ചേർന്ന നടപടിയല്ല ഇത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സാധാരണക്കാർക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാവ്, അദ്ദേഹം വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ വ്യവസായത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് വ്യാവസായിക നിക്ഷേപത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തഴയുന്ന ഒരു സമീപനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന കുറ്റപ്പെടുത്തലാണ് ഉണ്ടായത്. അതിന് എങ്ങനെയാണ് MV ഗോവിന്ദൻ മറുപടി പറയുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ടി ഇരിക്കുന്നു. ഇപ്പോൾ വ്യവസായ നിക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്
അതവിടെ അവസാനിപ്പിക്കുമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ PPP മോഡലിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് പി ഗോവിന്ദൻ പറയുമോ? അതോ ഈ വിമർശനങ്ങളെ അതേ സ്വരത്തിൽ കണ്ടുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടൽ നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശം വ്യവസായ മന്ത്രിക്ക് നൽകുമോ? എങ്ങനെയാണ് പാർട്ടി അതിനെ സമീപിക്കുന്നത് എന്ന് ഇന്ന് വൈകിട്ട് പി ഗോവിന്ദൻ മറുപടി പറയുമ്പോൾ അറിയാം. എന്തായാലും പൊതുമേഖലയെ സംരക്ഷിക്കാനുള്ള നടപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന കടുത്ത വിമർശനം തന്നെയാണ് ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. സൈഫുദ്ദീൻ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂട്ടിപ്പിടിച്ചു പോവുക എന്നുള്ളത് എത്ര നഷ്ടം സഹിച്ചാണെങ്കിലും അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടത് നയമാണല്ലോ സൈഫ്. ഇപ്പോൾ ഈ നവകേരള രേഖയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നവീകരിക്കുന്ന കാര്യത്തിൽ പുതിയ ചില നിർദ്ദേശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ നവകേരള രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖ കാര്യമായ വിയോജിപ്പുകളൊന്നും ഉണ്ടാവാതെ തന്നെ അത് സമ്മതിക്കാൻ അതിനോട് ചേർന്ന് പോകാനുള്ള സാധ്യതകളാണ് പൂർണ്ണമായും കാണുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നവകേരള രേഖയിലെ കാഴ്ചപ്പാടുകളുമായും കാര്യമായൊരു ഏറ്റുമുട്ടൽ പ്രതിനിധികളുടെ ഇടയിൽ നിന്നുണ്ടാകുമെന്ന സൂചന ഇപ്പോൾ ഈ ആലപ്പുഴ പ്രതിനിധി രാജീവിനെതിരെ ഉന്നയിച്ചതിൽ നമുക്ക് തോന്നേണ്ടതുണ്ടോ? മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖ ആയതുകൊണ്ട് തന്നെ രാജീവിനോട് പറയുന്ന അത്ര ഉശിരോടുകൂടി മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് പറയുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ സൈഫുദ്ദീൻ. അതിനുള്ള സാധ്യത തുലവും തുച്ഛമാണെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ജില്ലാ സമ്മേളനം വരെ നമ്മൾ എടുത്തു നോക്കാം. ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനമെതിരെ ആഭ്യന്തര വകുപ്പിനെതിരായ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലെ ഒരു വാചകം, പോലീസുകാർക്ക് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പാർട്ടിക്കാർ എത്തുമ്പോൾ അവരെ മാന്യമായി അവരോട് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തന റിപ്പോർട്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ട് പോലും ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു അക്ഷരമിണ്ടാത്ത പ്രകൃതികൾ ആണ് ഉണ്ടായത്. അന്നേരം സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഒരു രേഖയിന്മേൽ ചർച്ച നടക്കുമ്പോൾ അത് പറ്റില്ല, അത് അംഗീകരിക്കില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഒരു സ്വരം ആ സംസ്ഥാന സമ്മേളനത്തിൽ ടൗൺ ഹാളിനുള്ളിൽ അങ്ങനെ ഒരു സ്വരം ഉയർന്നു വരാനുള്ള സാധ്യത കുറവാണ്. ഇന്നലത്തെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പറയുന്നത് ഇപ്രകാരമാണ് സൈഫുദ്ദീൻ: പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത സ്ഥാപനങ്ങളെ PPP അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണം. അതിനൊപ്പം തന്നെ താല്പര്യമുള്ളവർക്ക് അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് വ്യക്തമായ നിബന്ധനയോടെ കരാറിൽ ഏർപ്പെടുന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ്. ഈ വാചകമാണ് ഉള്ളത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി സ്വകാര്യ പങ്കാളിത്തം കൂടിയാകാം എന്നുള്ള ഒരു ലൈനാണ് അതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ആ ലൈൻ സ്വീകരിക്കുമ്പോൾ CPM എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM വലിയ രീതിയിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ മുക്കിലും മൂലയിലും CPM നടത്തിയിട്ടുണ്ട്. ആ സമീപനത്തിൽ നിന്ന് CPM ഒരു മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നുള്ളത് അത് പാർട്ടിയുടെ ലൈനാണ്. ആ ലൈനിൽ പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. വ്യവസായ നിക്ഷേപത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചോളൂ, വ്യവസായ നിക്ഷേപം കൊണ്ടുവരട്ടെ. പക്ഷേ അതേസമയം തന്നെ പൊതുമേഖലയെ കൂടി സംരക്ഷിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കണം എന്ന അഭിപ്രായം ചില അംഗങ്ങൾ, ആലപ്പുഴയിൽ നിന്നുള്ള ഒരു പ്രതിയെങ്കിലും അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞു വെച്ചിരിക്കുന്നതിനകത്ത് എങ്ങനെയാണ് അതിന് MP ഗോവിന്ദൻ മറുപടി പറയുന്നത് എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇടത് നയമായാലും പാർട്ടി നയമായാലും നയം ഞങ്ങളുടേതല്ലേ, അതിൽ വ്യതിയാനം വന്നാലും മാറ്റിയാലുമൊക്കെ ഞങ്ങളല്ല അത് നോക്കേണ്ടത് എന്നുള്ളൊരു പ്രതികരണം നേരത്തെ മന്ത്രി KN ബാലഗോപാൽ നടത്തിയത് കണ്ടു. അത് തന്നെ ഒരു സൂചനയാണ്. ഇപ്പോൾ കോൺഗ്രസിനും കൂടിയുള്ള ഒരു കൊട്ടാണത്. അവർ പാർട്ടി നയമോ മുന്നണി നയമോ മാറ്റിയാൽ കോൺഗ്രസിന് എന്ത് ഛേദം എന്ന് ചോദിക്കുമ്പോൾ തന്നെ കൃത്യമായ ഒരു നയവ്യതിയാനങ്ങളിലൂടെ നയത്തിലെ മാറ്റങ്ങളിലൂടെ മാത്രമായിരിക്കും ഈ സമ്മേളനം അവസാനിക്കുക എന്നുള്ളത് വ്യക്തമാണ്. വിശദാംശങ്ങൾ നൽകിയത് സൈഫ് സൈനുൽ ആബ്ദീൻ.